വളരെ കാലിക പ്രസക്തമായ രണ്ട് വിഷയമാണ്. കേരളത്തിലെ മുസ്ലിം സാമുദായിക പാർട്ടികളായ AP സമസ്തയും EK സമസ്തയും ഒന്നാവാം. ഇതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്ന് ChatGPTയോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പൊതുവായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, യുവജന വികസനം, ദാരിദ്ര്യ നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക. 2. പരസ്പര ബഹുമാനം നിലനിർത്തുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വ്യക്തിപരമായ വിമർശനങ്ങൾ ഒഴിവാക്കി ആദരവോടെ സംവദിക്കുക. 3. ആദരവോടെ നേരിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുക. വിശ്വാസമുള്ള മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്ഥിരമായി ചർച്ചകൾ നടക്കുക. പിന്നെ അടുത്തത് പൊതുവേദികൾ സൃഷ്ടിക്കുക. മതപണ്ഡിതന്മാർ, സാമൂഹിക പ്രവർത്തകന്മാർ, യുവജന പ്രതിനിധികൾ എന്നിവരുൾപ്പെടുത്തി സംയുക്ത പരിപാടികൾ സംഘടിപ്പിക്കുക. പൊതു താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. അഥവാ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള 2 പേര് ഒരുമിച്ച് പ്രവർത്തനങ്ങൾ നടക്കുക. അഭ്യൂഹങ്ങളും തെറ്റായ വിവരങ്ങളും ഒഴിവാക്കുക. പരസ്പരം സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം പങ്കുവെക്കുക. ഐക്യം എന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുക എന്നല്ല, വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും സമാധാനപരമായി സഹകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ഒന്നും കൂടി ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതാണ്. ഇതിന് ചില പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണ്? നേതാക്കളുടെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ, മാധ്യമങ്ങളിലൂടെയല്ല, സൗകര്യവും സൗഹൃദപരമായ സംഭാഷണങ്ങൾ ഇരു ടീമിൽ നിന്നും നടക്കുക. 2. പൊതുവായ വിഷയങ്ങളിൽ സഹകരണം, വ്യക്തിപരമായ വിമർശനങ്ങൾ ഒഴിവാക്കുക. പണ്ഡിതന്മാരുടെ മധ്യസ്ഥത, യുവജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവുക. പൊതുവായ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇതിന് മുറുകെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇരു സമസ്തക്കാരും മുന്നോട്ട് വരണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് ChatGPT നമ്മോട് പറയുന്നു. വീണ്ടും ഞാനത് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും ഒന്നും കൂടി എക്സ്പ്ലനേഷൻ അവർക്ക് ChatGPT നൽകുകയാണ്. എത്രമാത്രം കൃത്യമായിട്ടാണിത് പറയുക. 1. പരസ്പരം അപമാനിക്കുന്ന ഭാഷ പൂർണ്ണമായും ഇരു സമസ്തയിൽ നിന്ന് ഒഴിവാക്കുക. 2. ചരിത്രപരമായ തർക്കങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നതിന് പകരം ഭാവിയെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുക. സുന്നി അഖീദയും അടിസ്ഥാന ഇസ്ലാമിക മൂല്യങ്ങളുള്ള പൊതുവായ കാര്യങ്ങൾ, സുന്നി ആശയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 3. വിദ്യാഭ്യാസം, ജീവകാരുണ്യം, ദുരിതാശ്വാസം തുടങ്ങിയ മേഖലയിൽ സംയുക്ത പദ്ധതികളിൽ ഇരു സമസ്തക്കാരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുക. മുതിർന്ന എല്ലാവരും സ്വീകാര്യമായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ സ്ഥിരമായ ഒരു സംവാദ സമിതി രൂപീകരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇരു സമസ്തയുടെ പ്രവർത്തകർ ബഹുമാനം പാലിക്കാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായ ലയനം എളുപ്പത്തിൽ നടക്കുമെന്ന് പറയാനാവില്ല. എന്നാൽ സഹകരണം, പരസ്പര ബഹുമാനം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ChatGPT നമ്മോട് പറയുന്നു. അപ്പോൾ വളരെ ഇരു സമസ്തക്കാരും വളരെ ശ്രദ്ധയോടുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഒരൈക്യത്തിന് വേണ്ടി ഉള്ളതാവട്ടെ ഈ വീഡിയോ. ഷെയർ ചെയ്യുക.